ഹായ് ഫ്രണ്ട്സ്, പവിത്രൻ സീരിയലിൻ്റെ വരാനിരിക്കുന്ന ഒരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസം രാത്രി വിക്രമും വേദയും ഒഴികെ എല്ലാവരും തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കറണ്ട് പോവുകയാണ്. അപ്പോൾ വേദ ഉടനെ തന്നെ 3-4 മെഴുകുതിരി കൊണ്ടുവന്ന് കത്തിച്ച് വെക്കുകയാണ്. വേദയുടെ ഈ പ്രവൃത്തി എല്ലാവർക്കും തന്നെ നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട്. ഉടനെ തന്നെ കമല പറയുന്നുണ്ട്, വിക്രം നമ്മുടെ വീട്ടിൽ മാത്രമാണോ കറണ്ട് പോയിരിക്കുന്നത്, അയൽവക്കത്തൊക്കെ കറണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിക്രം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. നോക്കിയിട്ട് പറയുന്നുണ്ട്, ശരിയാണ് അമ്മേ, നമ്മുടെ വീട്ടിൽ മാത്രമാണ് പോയിരിക്കുന്നത്, അടുത്തുള്ള വീടുകളിലെല്ലാം തന്നെ കറണ്ട് ഉണ്ടെന്ന് പറയുകയാണ്. ഉടൻ തന്നെ മാഷ് ചോദിക്കുന്നുണ്ട് വിശ്വത്തോട്, വിശ്വ ഇന്ന് രാവിലെ ഞാൻ നിൻ്റെ അടുത്ത് കറണ്ട് ബില്ല് കെട്ടാൻ വേണ്ടിയിട്ട് ക്യാഷ് തന്നിട്ടുണ്ടായിരുന്നില്ലേ, നീ ബില്ല് പേ ചെയ്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ വിശ്വം പറയുന്നുണ്ട്, ഞാനത് ബില്ല് അടച്ചിരുന്നു വെച്ചാൽ അപ്പോൾ തന്നെ രാവിലെ തന്നെ ഞാൻ ബില്ല് KCBയിൽ പോയിട്ട് കെട്ടിയിരുന്നു എന്ന് പറയുകയാണ്. ഇത് കേട്ട് ശ്രീജ വിശ്വത്തെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ശ്രീജയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു വിശ്വം ക്യാഷ് അടച്ചിട്ടില്ല എന്നുള്ളത്. ശ്രീജ പ്ലേറ്റ് എടുത്തുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ഇത് കാണുന്ന കമലാമ്മ ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീജ നീ ഭക്ഷണം കഴിക്കാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ശ്രീജ പറയുന്നുണ്ട്, എല്ലാം എനിക്ക് വിശപ്പില്ല എന്ന് പറയുകയാണ്. പിന്നീട് വിക്രം പറയുന്നുണ്ട്, അമ്മ ഞാൻ KCBയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരോട് പറഞ്ഞിട്ടുണ്ട് രാവിലെ അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ മാഷ് പറയുന്നുണ്ട്, ആരും അങ്ങോട്ട് പോകണ്ട, ഞാൻ തന്നെ പോയി അന്വേഷിക്കാമെന്ന് പറയുകയാണ്. പിന്നീട് വിക്രം പറയുന്നുണ്ട്, അമ്മ എല്ലാവരുടെയും ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി, അപ്പോൾ എല്ലാവരുടെയും കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് വിക്രം അങ്ങ് മുകളിലേക്ക് പോവുകയാണ്. പിന്നീട് ഉറങ്ങാൻ വേണ്ടി കമലാമ്മ റൂമിലേക്ക് ചെല്ലുമ്പോൾ മാഷയെ വീശികൊണ്ട് വീശിക്കൊണ്ട് ജനാലയെല്ലാം തുറന്നിട്ട് അങ്ങനെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ കമലാമ്മ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളിങ്ങനെ ഉറങ്ങാതെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മാഷ് പറയുന്നുണ്ട്, പിന്നെ ഞാനെന്താ കാണിക്കണ്ടേ, ഞാൻ വേർക്കുന്നത് കാണില്ലെന്നില്ലേ, നല്ല ചൂടാണ്, രാവിലെ തന്നെ പോയി KCBയിൽ പോയിട്ട് എന്താണ് ഇങ്ങനെയെന്ന് അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നീട് വിക്രം ഉറങ്ങാൻ കിടക്കുമ്പോൾ വേദ ഒരു വിരിപ്പുമായി വന്ന് റൂമിലേക്ക് വരികയാണ്. വിക്രമിൻ്റെ റൂമിൽ വന്ന് താഴെ അത് വിരിച്ച് അതിൽ കിടക്കാൻ തുടങ്ങുകയാണ്. ഇത് കാണുന്ന വിക്രം ചോദിക്കുന്നുണ്ട്, നീ എന്തായാലും ഇന്ന് എൻ്റെ റൂമിൽ വന്ന് കിടക്കുന്നത്, എൻ്റെ റൂമാണെന്ന് പറയുകയാണ്. ആണോ, ഇതെങ്ങനെ നിങ്ങളുടെ റൂമാവുന്നത്, ഇത് മാഷ് കയറ്റിയ വീടല്ലേ, ഈ വീടിൻ്റെ 3 റൂമുകളും മാഷിനെ അവകാശപ്പെട്ടതല്ലേ, ഇത് നിങ്ങളുടെ പേരിൽ എഴുതി തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് വേദ. നീയൊന്നും ഹാളിലല്ലേ കിടക്കാറ്, നിന്നെന്താ ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, എനിക്ക് ഒറ്റയ്ക്ക് അവിടെ കിടക്കാൻ പേടിയാണെന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതെങ്ങനെന്താ, ഇത്രയും ദിവസം 10 ആളെയും കൂട്ടിയാണോ നീ അവിടെ കിടന്നിരുന്നത്, ഇന്ന് മാത്രം എന്താ ഒരു പ്രത്യേകത എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അത് ഇന്ന് ഫാൻ ഇല്ലാത്തതുകൊണ്ട്, കറണ്ട് ഇല്ലാത്തതുകൊണ്ടും എവിടെയും തന്നെ ഫാൻ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ജനാലകൾ തുറന്നിട്ടാണ് കിടക്കുന്നത്. എങ്ങനെ ജനാലകൾ തുറന്നിട്ട് കിടക്കുന്നത്, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്, ഞാനൊരു സ്ത്രീയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇവിടെ വേറെ റൂമുകളുണ്ടോ, നീ അവിടെ എവിടെയെങ്കിലും പോയി കിടക്കുക എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അത് എൻ്റെ പുരുഷൻ്റെ റൂമിലല്ലേ, എൻ്റെ ഭർത്താവിൻ്റെ റൂമിലല്ലേ ഞാൻ കിടക്കേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് കിടന്നതെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന വിക്രമിന് ദേഷ്യം വരുന്നുണ്ട്. വിക്രം പറയുന്നുണ്ട്, എന്നെ എഴുന്നേറ്റ് പൊടി എന്ന് പറയുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇല്ല ഞാൻ എവിടെയും പോവില്ല, ഞാൻ ഇവിടെ തന്നെ കിടക്കുമെന്ന് പറഞ്ഞിട്ട് വേദയുടെ കയ്യിലൊരു ചെറിയ ഫാൻ ഉണ്ടായിരിക്കും, ആ ഫാൻ ഓണാക്കിയിട്ട് തലയിട്ട് ഭാഗത്ത് തന്നെ ഉറങ്ങുന്നതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ട് വേദ കിടന്നുറങ്ങുകയാണ്. ഇത് കാണുന്ന വിക്രമിന് ദേഷ്യം വരുന്നുണ്ട്. വിക്രം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേദയുടെ ഫാനിനെയും വേദനയും ഇങ്ങനെ നോക്കുകയാണ്. ഇത് വേദ ശ്രദ്ധിക്കുന്നുണ്ട്. വേദ പറയുന്നുണ്ട്, എന്താ നിങ്ങളിങ്ങനെ കള്ളത്തോണ്ട് നോക്കുന്നത്, കുറച്ച് നേരമായാലും നോക്കുന്നു, എൻ്റെ ഫാൻ എന്താ വേണം നിങ്ങൾക്കെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നിൻ്റെ ഫാൻ എന്തിനാ, എനിക്ക് അങ്ങനത്തൊന്നും വേണ്ടെന്ന് പറയുകയാണ്. നീ ഒന്ന് കിടന്ന് ഉറങ്ങിടി എന്ന് പറയുന്നുണ്ട് വിക്രം. പിന്നീട് ശ്രീജ ഒരു മെഴുകുതിരി കത്തിച്ച് വിശ്വത്തിൻ്റെ റൂമിലോട്ട് വരികയാണ്. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, ശ്രീജ നീ മെഴുകുതിരി വെട്ടത്തിൽ ഒരു മാലാഖയെ പോലെ ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീജ ദേഷ്യത്തോടെ വിശ്വത്തെ നോക്കുകയാണ്. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, എന്നും ഞാനിങ്ങനെ തമാശ പറയുമ്പോൾ നീ നാണിച്ച് നിൽക്കാറില്ല, അപ്പോൾ അത് എന്നെന്താ എത്ര ദേഷ്യത്തോടെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രീജ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആ കറണ്ട് ബില്ല് കെട്ടിയോ എന്ന് തിരിച്ച് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന വിശ്വം ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇങ്ങനെ പറയുന്നത്, ഞാനതപ്പം തന്നെ കെട്ടിയല്ലോ, നിനക്കെന്താ എന്നെ ഇത്രയ്ക്ക് സംശയം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, എനിക്ക് സംശയം തന്നെയാണ്, നിങ്ങൾ ആ ബില്ല് കെട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ വീട്ടിൽ കറണ്ട് പോവില്ലായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, അത് പോസ്റ്റിൽ വല്ല ലൂസ് കണക്ഷനും ആയിരിക്കും, അതുകൊണ്ടായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ ശ്രീജ മെഴുകുതിരി അങ്ങ് ഊതിക്കെടുത്തിട്ട് അവിടെ ബെഡിൽ പോയി ഇരുന്നിട്ട് പറയുന്നുണ്ട്,
നിങ്ങളൊരു ജോലിക്കും പോകത്തില്ല. അച്ഛൻ്റെ കയ്യിൽ നിന്നും ചെലവിനുള്ള കാശ് പോലും നിങ്ങൾ കള്ളം പറഞ്ഞാണ് വാങ്ങുന്നത്. ഇതെല്ലാം സഹിക്കാം. പക്ഷേ നിങ്ങളുടെ ഈ ഒരു പ്രവൃത്തി എന്നെ നാണം കെടുത്തി കളഞ്ഞു. എല്ലാവരുടെയും മുന്നിൽ എന്നെ നിങ്ങൾ അപമാനിതയായിട്ട് നിർത്തരുത് എന്ന് വിശ്വത്തോട് പറയുകയാണ്. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ സംശയിക്കുന്നത്? ഞാൻ കറണ്ട് ബില്ല് അടച്ചു കറണ്ട് ബില്ല് അടച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. പക്ഷേ അത് ശ്രീജ വിശ്വസിക്കുന്നില്ല. ശ്രീജ വിശ്വത്തോട് ദേഷ്യപ്പെട്ട് ഉറങ്ങാൻ കിടക്കാണ്. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, ശ്രീജ ഞാൻ ആകെ വിയർക്കുന്ന, വിശ്ര എടുത്തൊന്ന് നീ എനിക്ക് വീശിത്താ എന്ന് പറയുമ്പോൾ ശ്രീജ അവിടെ നിന്ന് എഴുന്നേറ്റ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാട് മുഴുവൻ പണിയെടുത്തുകൊണ്ട് വന്ന് നിങ്ങൾ ഇരിക്കുന്നതല്ലല്ലോ, ക്ഷീണിതനായിട്ട് ഇരിക്കുന്നതല്ലല്ലോ. ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചൂട്ടുള്ള അടുപ്പത്ത് നിന്നിട്ട് ഞാൻ പാചകം ചെയ്തും പാത്രങ്ങൾ കഴുകിയും അടുക്കള അകമെല്ലാം വൃത്തിയാക്കിയും ക്ഷീണിതയായിട്ടാണ് ഞാൻ കിടക്കുന്നത്. എനിക്കാരാ വീശിത്തരാമെന്ന് ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് തിരിഞ്ഞു കിടക്കുകയാണ്. കറണ്ടില്ലാത്തത് കൊണ്ട് തന്നെ നന്ദിനിയും റൂമിൽ വിശറിയെടുത്ത് വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന വിനായകൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നന്ദിനിന്ന്? അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, വിയർത്ത് ഞാനിപ്പോൾ മരിച്ചു പോകുന്ന തോന്നണമെന്ന് പറയുകയാണ്. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, എന്താണ് നീ കിടന്നോ, ഞാൻ വീശിത്തരാമെന്ന് പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, രാത്രി ഫുള്ളായിട്ട് നീ വീശിത്തരുമോ എന്ന് ചോദിക്കുകയാണ് വിനായകനോട്. വിനായകൻ പറയുന്നുണ്ട്, രാത്രി ഫുള്ളായിട്ട് എനിക്ക് വീശിത്തരാൻ കഴിയില്ലെങ്കിലും നീ ഉറങ്ങുന്നത് വരെ ഞാൻ വീശിത്തരാം എന്ന് പറയുകയാണ്. അപ്പോൾ ഓക്കെ എന്ന് നന്ദിനി പറയുന്നുണ്ട്. ഇനി കറണ്ട് കട്ടെല്ലാം വരാൻ പോകുമല്ലേ, ഇങ്ങനെ അടിക്കടി കറണ്ട് പോയാൽ നമ്മളെങ്ങനെയാണ് ഉറങ്ങുക എന്ന് ചോദിക്കുകയാണ് നന്ദിനി. നമുക്കൊരു ഇൻവെർട്ടർ ഫിറ്റ് ചെയ്താലോ എന്ന് ചോദിക്കുന്നുണ്ട് നന്ദിനി. ഇത് കേൾക്കുന്ന വിനായകൻ പറയുന്നുണ്ട്, എന്ത് പൊട്ടത്തരാണ് നന്ദിനി നീ പറയുന്നത്? ഈ വീട് മൊത്തം പിന്നെ ഇൻവെർട്ടർ വെക്കണം എന്നുണ്ടെങ്കിൽ 25,000 രൂപയെങ്കിലും ചിലവാകുമെന്ന് പറയുകയാണ്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അതിന് ആരാണ് വീട് മൊത്തം വെക്കണം എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ റൂമിൽ മാത്രം ഫിറ്റ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, അതെങ്ങനെ നന്ദിനി സാധ്യമാവുന്നത്? നമ്മുടെ റൂമിൽ മാത്രം വെച്ചാൽ മറ്റുള്ളവരെല്ലാം നമ്മുടെ റൂമിൽ മാത്രം ലൈറ്റ് കത്തുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കില്ലേ, എന്താണെന്ന് ചോദിക്കില്ലേ എന്ന് പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അതിന് നമ്മൾ ലൈറ്റ് ഫിറ്റ് ചെയ്യേണ്ട, ലൈറ്റ് കത്തിക്കേണ്ട, ഫാന് മാത്രം കറക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിനായകൻ പറയുകയാണ്, അത് നല്ലൊരു ഐഡിയ ആണ്. ഇനി ഞാൻ നാളെ തന്നെ കടയിൽ പോയി ഇൻവെർട്ടറിൻ്റെ റേറ്റ് എത്രയാണെന്നും എല്ലാവരും വീട്ടിൽ നിന്നും പുറത്ത് പോകുന്ന സമയത്ത് നമുക്കത് നോക്കി കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാമെന്നും പറയുന്നുണ്ട്. പിന്നീട് വിക്രമിനെയും വേദയുമാണ് കാണിക്കുന്നത്. വിക്രം വേദ ഉറങ്ങിയോ എന്ന് ഉറപ്പ് വരുത്തി പതുക്കെ വേദയുടെ അടുത്ത് ചെന്ന് വേദയുടെ അടുത്തിരിക്കുന്ന ഫാൻ എടുത്തുകൊണ്ട് വരികയാണ്. പക്ഷേ ഇതെല്ലാം തന്നെ വേദ കാണുന്നുണ്ട്. എന്നിട്ട് വിക്രം തൻ്റെ അടുത്ത് വെച്ച് സുഖമായി കിടന്നുറങ്ങുകയാണ്. പക്ഷേ വേദ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ വിക്രം ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റിരുന്ന് വിക്രമിനെ തന്നെ നോക്കി മണിക്കൂറുകളോളം ഇരിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ വേദ ഒരു മൂളിപ്പാട്ടും പാടി അങ്ങനെ അടിച്ചു വാരുകയാണ്. പക്ഷെ വിക്രം എഴുന്നേറ്റിട്ടുണ്ടാവില്ല. വിക്രം എഴുന്നേൽക്കുമ്പോൾ വേദ ഇങ്ങനെ പാട്ട് പാടുന്നതൊക്കെയാണ് കാണുന്നത്. വിക്രം ചൂടാവുന്നുണ്ട്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മുഖം കാണുമ്പോൾ ഇന്നലെ രാത്രി നന്നായി ഉറങ്ങി എന്നാണല്ലോ തോന്നുന്നതെന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അതെങ്ങനെയാണ്, രാത്രിയിൽ പിശാചിനെ കണ്ടാലാണ് പേടിക്കുക. പക്ഷേ നീ എന്ന പിശാച് ഇവിടെ കിടക്കുമ്പോൾ ഞാനും മറ്റുള്ളതിനെ കൊണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ ഇന്നലെ നന്നായി ഉറങ്ങി എന്ന് പറയുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, പക്ഷേ ഞാൻ ഇന്നലെ ഒരു പിശാചിനെ സ്വപ്നത്തിൽ കണ്ടു. ഒരു പിശാച് വന്ന് പതുക്കെ എൻ്റെ അരികെ വന്ന് എൻ്റെ ഫാൻ എടുത്തുകൊണ്ട് പോയി നിങ്ങളുടെ അടുത്ത് വെച്ചു എന്ന് പറയാൻ. അപ്പോഴാണ് വിക്രമിന് പെട്ടെന്ന് ഈ ഫാന് തൻ്റെ അടുത്തിരിക്കുന്നത് ഓർമ്മ വന്നത്. അപ്പോൾ വിക്രം വിചാരിക്കുന്നുണ്ട്, അയ്യോ ഈ പിശാച് എണീക്കുന്നതിന് മുന്നേ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് അവിടെ അടുത്ത് കൊണ്ടുവയ്ക്കണമെന്ന് വിചാരിച്ചതാണല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, നിങ്ങളെൻ്റെ ഫാന് കട്ടെടുത്തു അല്ലേ എന്ന്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നിൻ്റെ ഒരു ഫാനും നീ ഇതിപ്പോൾ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതെടുത്ത് വലിച്ചെറിയും, ജനലിലൂടെ അങ്ങ് പുറത്തേക്ക് എറിയുമെന്ന് പറയാണ്. വേദ പറയുന്നുണ്ട്, ഈ ഫാൻ കൊണ്ടാണ് നേരം മുളക്കോളം നിങ്ങൾ സുഖമായി ഉറങ്ങിയത്, എന്നിട്ട് ഫാൻ എടുത്ത് വലിച്ചെറിയാണ് നിങ്ങത്താ എന്ന് പറഞ്ഞത് മേടിച്ച് വയ്ക്കുകയാണ്. വേദ പിന്നീട് വിക്രമിനെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. എന്നിട്ട് പുറത്തേക്ക് പോവുകയാണ്. ഇത് കേൾക്കുന്ന വിക്രം കണ്ണാടിയിൽ നോക്കിയിട്ട് പറയുന്നുണ്ട്, എന്തിനാണ് നാണം കെട്ടവനെ ഇതെല്ലാം കേൾപ്പിക്കാൻ നിന്നത്, നീ എന്തിനാ ഫാൻ എടുത്തേ എന്ന് ചോദിച്ചിട്ട് സ്വയം കവിളിലേക്ക് അങ്ങനെ അടിക്കുകയാണ്.